ഹേ ഓൾ ദിസ് ഈസ് റഷ്മിൻ ഇന്നത്തെ കയ്യിലിരിക്കുന്നത് കോബോൾട്ടിന്റെ സേബർ സ്മാർട്ട് വാച്ച് ആണ്. നല്ല പ്രീമിയം ലുക്കിൽ വരുന്ന ലക്ഷറി ക്രോണോഗ്രാഫ് വാച്ചസിന്റെ ഒക്കെ ഡിസൈൻ കൊടുത്തിരിക്കുന്ന ഈ ഒരു മുതലിന്റെ ഫുൾ റിവ്യൂ കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. കുട്ടു സമയങ്ങളിലെ നമുക്ക് നേരെ വീഡിയോ. പ്രീമിയം വാച്ചസിൽ കാണുന്ന ഈ ഒരു ബെസൽസ് ഉണ്ടല്ലോ, റൊട്ടാറ്റിംഗ് ബെസല്, ഇത് ഈ ഒരു സ്മാർട്ട് വാച്ചിൽ കംപ്ലീറ്റ്ലി വർക്കിംഗ് ആണ്. വർക്കിംഗ് എന്ന് പറഞ്ഞാൽ പോലെ സെറ്റിംഗ്സിലും മെനുവിലും ഹോം പേജിലും എല്ലായിടത്തും എവിടേക്കോ പറ്റുമോ അവിടെയൊക്കെ ഈ ഒരു ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഈ ബെസൽസ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നല്ലൊരു വൈബ്രേഷൻ ഫീഡ്ബാക്ക് കയ്യിലോട്ട് വരുന്നുണ്ട്. അത് ഭയങ്കര സാറ്റിസ്ഫൈങ് ആണെന്ന് പറയുമ്പോൾ ഭയങ്കര സാറ്റിസ്ഫൈങ് ആണ്. അവൻ്റെ ഫുൾ ബോഡി കൊടുത്തിരിക്കുന്നത് മെറ്റാലിക് ഫിനിഷിലാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും. സ്ട്രാപ്പ് ആണെന്നുണ്ടെങ്കിലും ബോഡി ആണെന്നുണ്ടെങ്കിലും നല്ലൊരു മെറ്റാലിക് ഫിനിഷിലാണ് ഇത് കൊടുത്തിരിക്കുന്നത്. സോ അതിൻ്റെതായ ഒരു വെയിറ്റ് കയ്യിൽ എടുക്കുമ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്. ഓവർ വെയിറ്റ് അല്ല, പക്ഷെ അത്ര ലൈറ്റ് വെയിറ്റും അല്ല, അത്യാവശ്യം കനം കയ്യിലോട്ട് വരുന്നുണ്ട്. ഡിസൈനിലോട്ട് വരുന്ന ഈ ഒരു റൊട്ടേറ്റിംഗ് ബെസൽസ് ഞാൻ പറഞ്ഞു. സോ അത് പക്ക വർക്കിംഗ് ആണ്. നല്ലൊരു പ്രിസ്മാറ്റിക് ടൈൽ ടൈപ്പ് കൊടുത്തുകൊണ്ട് തന്നെ ലൈറ്റ് ഒക്കെ അടിക്കുന്ന സമയത്ത് ഒരു ക്ലാസി റിഫ്ലക്ഷൻ കിട്ടുന്നുണ്ട്. മെറ്റൽ സ്ട്രാപ്പ് ട്രിപ്പിൾ റിംഗ് ബ്രേസ്ലെറ്റ് രീതിക്കാണ് വന്നിട്ടുള്ളത്. സൈഡിലായിട്ട് 3 ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. ഒരു സെൻട്രൽ ക്രൗൺ ബട്ടൺ, അത് പവർ ഓൺ ആക്കാനും പവർ ഓഫ് ആക്കാനും നമുക്ക് യൂസ് ചെയ്യാം. ആൻഡ് ബാക്കിയുള്ള 2 ബട്ടൺസ് ട്വിൻ കൺട്രോൾ ടോഗിൾസ് എന്നാണ് ഈ ഒരു പേര് പറഞ്ഞിട്ടുള്ളത്. ടോപ്പിൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് മെനുവിലോട്ട് കയറിപ്പോവും. ആൻഡ് അതെങ്കിലും പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബാക്ക് ടു ഹോം ആ ഒരു ക്ലോക്ക് ഫേസിലോട്ട് വരും. നമുക്കത് എന്തിലേക്ക് കയറിയ ശേഷം ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ബാക്ക് ബട്ടനായിട്ട് അത് വർക്ക് ചെയ്യുന്നുണ്ട്. അടിയത്തെ ബട്ടൺ നമുക്ക് ഹോം പേജിൽ നിന്ന് ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരെ ഒരു സ്പോർട്ട് മെനുവിലോട്ട് 120ഓളം സ്പോർട്ട് ഫങ്ഷൻസ് നമുക്കിതിൽ അവൈലബിൾ ആണ്. സോ ആ ഒരു മെനുവിലോട്ടായിരിക്കും പോവുക. അത് മാത്രമല്ല, നമ്മൾ ഏതെങ്കിലുമൊക്കെ ഒരു ആപ്പിൻ്റെ ഉള്ളിൽ കയറിയ ശേഷം നമ്മൾ ഈ അടിയത്തെ ബട്ടൺ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്ക് ടു ഹോം ഒറ്റയടിക്ക് ബാക്ക് ഹോമിലോട്ട് വരും. ഈ സ്വിച്ചസ് ഒക്കെ കൊടുത്തതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് മൈക്കും കൂടാതെ സ്പീക്കറും കൊടുത്തിട്ടുണ്ട്. സ്പീക്കറിൻ്റെ കാര്യം പറയുമ്പോൾ പക്ക ലൗഡാണ്, ഒന്നും പറയില്ല, ഭയങ്കര ലൗഡായിട്ടാണ്. നമ്മളൊരു മ്യൂസിക് ഇട്ട് കാണിച്ചുതരാം. അത്രയും ലൗഡായിട്ടാണ് ഇതിൻ്റെ സ്പീക്കർ വർക്ക് ചെയ്യുന്നത്. അതെനിക്ക് ഭയങ്കര ഇഷ്ടം. ഇത്രയും ഭംഗിയുള്ള ഒരു ബോക്സിലാണ് സേബർ സ്മാർട്ട് വാച്ച് വരുന്നത്. ബോക്സിൻ്റെ പല ഭാഗത്തായിട്ട് വാച്ചിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ 1 കൊല്ലത്തെ വാറണ്ടിയാണ് ഗോബോൾട്ട് ഈ ഒരു വാച്ചിന് പ്രൊവൈഡ് ചെയ്യുന്നത്. ബോക്സിൻ്റെ സൈഡ് പുഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓപ്പൺ ആയിട്ട് വരും. ബോക്സ് ആക്ച്വലി ഫുൾ കവേർഡിലാണ് വന്നിരുന്നത്. ഞാനൊരു വാച്ച് ഓൾറെഡി യൂസ് ചെയ്തുകൊണ്ട് തന്നെ ഫുൾ പൊളിച്ചിട്ടുണ്ടായിരുന്നു. ഇതിലൊരു വാറണ്ടി കാർഡും കൂടാതെ ഒരു യൂസർ മാനുവൽ വന്നിട്ടുണ്ട്. പിന്നെ ഏറ്റവും അടിയിലായിട്ട് നമ്മളെ മെയിൻ ഐറ്റം സേബർ സ്മാർട്ട് വാച്ചും കൊടുത്തിട്ടുണ്ട്. അഡീഷണൽ ആയിട്ട് ഇതിലൊരു ചാർജർ കേബിൾ മാത്രമാണ് വരുന്നത്. നല്ല ക്ലാസി ആയിട്ടുള്ള ഔട്ട്ഫിറ്റിലേക്ക് ഈ ഒരു ഐറ്റത്തിന് ഇട്ടോട്ട് പോയാണല്ലോ നമ്മളാരായ തന്നെ നമ്മൾ കോൺഫിഡൻ്റ് ആവും. ആ ഒരു ടൈപ്പിലാണ് ഇവൻ്റെ ഡിസൈന് കോബോൾട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. 3 കളർ വേരിയൻറ്റിലാണ് സേബർ സ്മാർട്ട് വാച്ച് അവർ ഉണ്ടാക്കിയിട്ടുള്ളത്. ഫസ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ബ്ലാക്ക് മോഡേൺ ആൻഡ് ബോൾഡ് ലുക്കിനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ബ്ലാക്ക് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അതല്ല ടൈംലെസ് ക്ലാസി ലുക്കാണെന്നുണ്ടെങ്കിൽ ടൈറ്റാനിയം ചൂസ് ചെയ്യാം. അതുപോലെ ഒരു സ്പോർട്ടി വിയർ ആ ഒരു സ്പോർട്ടി ലുക്കാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലാസ്റ്റ് ഫൈനൽ ബ്ലൂ വാച്ചസ് യൂസ് ചെയ്യാം. ബ്ലാക്കും ടൈറ്റാനിയം വാച്ചസിൽ വരുന്നത് മെറ്റാലിക് ഫിനിഷാണ്. എന്നാൽ സ്പോർട്ടി വിയറിൽ വരുന്നത് ഒരു സിലിക്കൺ ഫിനിഷാണ്. സോ ഡിസ്പ്ലേയിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ബ്രൈറ്റും ഭയങ്കര ഷാർപ്പായിട്ടുള്ള ഒരു 1.43 ഇഞ്ചസിൻ്റെ അമോലെഡ് ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അത്രയും ക്വാളിറ്റിയാണ്. പുറത്തൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിലും 700 നിറ്റിന്റെ ബ്രൈറ്റ്നസ് ഉള്ളതുകൊണ്ട് തന്നെ കാഴ്ചകൾ ഒരു പ്രശ്നം വരുന്നില്ല. ഭയങ്കര 6 ക്ലോക്ക് ഫേസസ് ഇതിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുള്ളൂ. 200ഓളം ക്ലോക്ക് ഫേസസ് അവരുടെ ആപ്പിലുണ്ട്. നമുക്കത് കണക്ട് ചെയ്ത ശേഷം ഇമ്പോർട്ട് ചെയ്യാം. എന്നൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. സോ അത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്മാർട്ട് വാച്ച് ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. സോ അത് ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ചെയ്തിട്ട് ആവശ്യമുള്ള പെർമിഷനും കാര്യങ്ങളും ലൊക്കേഷനൊക്കെ ഓൺ ആയി കൊടുക്കുക. ശേഷം ഡിവൈസ് സെക്ഷനിൽ ആഡ് ലിങ്ക് ഡിവൈസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ആയിട്ട് നമ്മുടെ സ്മാർട്ട് വാച്ചിൻ്റെ പേര് കാണിക്കും. ജസ്റ്റ് അതിൽ ടാപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മൊബൈലുമായിട്ട് വാച്ച് പെയറാവും. പിന്നെ നമുക്ക് എന്ത് സെറ്റിങ്സ് മാറ്റം വരുത്തണമെങ്കിലും ഈ ആപ്പ് ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റും. അവിടെ കുറേയേറെ വാച്ച് ഫേസസ് കാണാം. ഇവിടെയാണ് ഈ 200+ വാച്ച് ഫേസസ് വരുന്നത്. അതിലേതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്തിട്ട് അപ്ലൈ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ്ലി നമ്മുടെ വാച്ചിലോട്ട് ഈ ഒരു ക്ലോക്ക് ഫേസ് പുഷായി കിട്ടും. ഈ ഒരു സ്മാർട്ട് വാച്ചിൽ ഏതൊക്കെ ആപ്ലിക്കേഷനാണ് കൊടുത്തതെന്ന് കാണിച്ചു തരാം. മൾട്ടിപ്പിൾ കൺട്രീസിൽ ടൈം ആഡ് ചെയ്യാൻ വേൾഡ് ക്ലോക്ക് വരുന്നുണ്ട്. ടൈമറായിട്ട് യൂസ് ചെയ്യാം. അലാം സെറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. സ്റ്റോപ്പ് വാച്ച്, മെഡിറ്റേഷൻ ടൈമർ, നമ്മുടെ നോർമൽ കാൽക്കുലേഷൻസിന് വേണ്ടിയിട്ട് കാൽക്കുലേറ്റർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ടൈം പാസിന് വേണ്ടിയിട്ട് ഒരു ഗെയിമും കൊടുത്തിട്ടുണ്ട്. അത് ഭയങ്കര എൻഗേജിങ് ആണ്. ടൈം കളയാൻ നല്ലൊരു പരിപാടിയാണത്. നമ്മുടെ ഹോം പേജിൽ നിന്ന് സൈഡിലോട്ട് വലിക്കുകയാണെന്നുണ്ടെങ്കിൽ വർക്കൗട്ട് ഡാറ്റാസ് കാണിക്കും. നമ്മളെ സ്ലീപ്പിംഗ് ഡാറ്റ, അതായത് നമ്മൾ എത്ര നേരം ഉറങ്ങി എങ്ങനെയാണ് ആ കാര്യങ്ങളൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ട്. ഹെഡ് ബീറ്റ് നോക്കാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ, ബ്ലഡിലെ ഓക്സിജൻ ലെവൽ, പിന്നെ വെതർ കാണിക്കുന്നുണ്ട്. സേബർ സ്മാർട്ട് വാച്ചിൽ AI അസിസ്റ്റൻസിന് സപ്പോർട്ട് വരുന്നുണ്ട്. നിങ്ങളുടെ മൊബൈലിൽ സിറി ആയിക്കോട്ടെ, ബിക്സ്ബി ആയിക്കോട്ടെ, ഗൂഗിൾ അസിസ്റ്റൻസ് ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, നമുക്ക് ഡയറക്റ്റ്ലി ഈ ഒരു വാച്ച് വെച്ച് തന്നെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. മേലെ താഴോട്ട് വലിക്കുകയാണെന്നുണ്ടെങ്കിൽ കൺട്രോൾ പാനൽ ഓൺ ആയിട്ട് വരും. അതിൽ DND മോഡ് ഓൺ ആക്കാനും ബാറ്ററി സേവർ ഓൺ ആക്കാനും ബ്രൈറ്റ്നസ് കൺട്രോൾ ചെയ്യാനും കൂടാതെ ഫ്ലാഷിൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട്. അതുപോലെ കാർഡ് ആഡ് ചെയ്ത് വയ്ക്കാൻ നമുക്ക് ലിങ്കുകളൊക്കെ ആഡ് ചെയ്യാം. ഇൻസ്റ്റാഗ്രാമിൻ്റെ യൂട്യൂബിൻ്റെ ഒക്കെ ലിങ്കുകളൊക്കെ QR ആയിട്ട് ആഡ് ചെയ്യാം. പിന്നെ സെറ്റിംഗ്സിലോട്ട് പോകാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. സെറ്റിംഗ്സ് നമ്മൾ നോക്കുന്ന സമയത്ത്
ഡിസ്പ്ലേയിൽ ബ്രൈറ്റ്നസ് കൺട്രോൾ ചെയ്യാം, സ്ലീപ്പിൻ്റെ ടൈമർ എത്രയാണ് സെലക്ട് ചെയ്യാം, വാച്ച് ഫേസസ് ചേഞ്ച് ചെയ്യാനുള്ള ഒരു മെനു കൊടുത്തിട്ടുണ്ട്. സെറ്റിംഗ്സിൽ വൈബ്രേഷൻ ചേഞ്ച് ചെയ്യാം, DND മോഡ് ഓണാക്കാം, ലോ ബാറ്ററി മോഡിൻ്റെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഫോണിൽ മീഡിയൻ്റെ സൗണ്ട് വേണോ വേണ്ടതെന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഓൺ ആക്കാനും ഓഫ് ആക്കാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. പല ഡിഫറെൻറ്റ് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഉണ്ട്. നമ്മുടെ വാച്ചും ഫോണും ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കോളിംഗ് ഓപ്ഷൻ എനാബിൾ ആവും. വാച്ചിലെ കോളിംഗ് ഓപ്ഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ റീസെൻറ്റ് ഹിസ്റ്ററി കാണാനും ഡയൽ ചെയ്തിട്ട് കോൾ ചെയ്യാനും കൂടാതെ കോൺടാക്ട്സ് വഴി കോൾ ചെയ്യാനുള്ള ഓപ്ഷനും ഇതിൽ വരുന്നുണ്ട്. ലേറ്റസ്റ്റ് ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയും ക്വാളിറ്റിയും മൈക്കും കൂടാതെ കിട്ടില്ലായിട്ടുള്ളൊരു സ്പീക്കർ ഉള്ളതുകൊണ്ട് തന്നെ ഓഡിയോ ബ്രേക്കോ കാര്യങ്ങളൊന്നും ഇല്ലാതെ പ്രോപ്പറായിട്ട് കോൾ ചെയ്യാൻ നല്ല രീതിക്ക് പറ്റുന്നുണ്ട്. ഈ ഒരു വാച്ചിന് നമുക്ക് 7 ദിവസത്തോളം ബാറ്ററി ബാക്കപ്പ് ഉണ്ട്. 7 ദിവസം കംപ്ലീറ്റ് കിട്ടിയില്ലെങ്കിലും നമുക്കൊരു 5-6 ദിവസം പക്കായിട്ട് കിട്ടും. IP67 റേറ്റിംഗ് വരുന്നതുകൊണ്ട് തന്നെ വാട്ടർ റെസിസ്റ്റൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതായത് മഴയത്തും അതുപോലെ ചെറിയ സ്വെറ്റും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിലും ഒരു പ്രശ്നമില്ലാത്ത രീതിക്ക് വാച്ച് അടിപൊളിയായിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ ഗോബോൾട്ടിൻ്റെ ഈ ഒരു സേബർ സ്മാർട്ട് വാച്ചിന് റേറ്റ് വരുന്നത് 2,999 ആണ് ഇപ്പോഴത്തെ റേറ്റ് കൊടുത്തിട്ടുള്ളത്. അത് കുറയാം കൂടാം. അപ്പോൾ ഈ ഒരു റേറ്റിൽ നിങ്ങളൊരു സ്മാർട്ട് വാച്ച് നോക്കുന്നുണ്ട്, നല്ലൊരു ലക്ഷറി ലുക്കിംഗ് ആയിട്ടുള്ള ഒരു അനലോഗ് ക്രോണോഗ്രാഫ് വാച്ചിൻ്റെ ഒക്കെ ലുക്കിൽ വരുന്ന ഒരു സ്മാർട്ട് വാച്ചാണ് നിങ്ങൾ ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വാച്ച് അടിപൊളി ചോയ്സ് ആയിരിക്കും. ആമസോണിലും ഫ്ലിപ്കാർട്ടിലും കൂടാതെ ഗോബോൾട്ടിൻ്റെ വെബ്സൈറ്റിലും ഈ ഒരു വാച്ച് അവൈലബിൾ ആണ്. ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം.